ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, ജസ്റ്റ് കാട്ടാലം കണ്ടു വന്നുള്ളൂ. ഒരു രക്ഷയില്ല. സീൻ പടം മാൻഡിനി വർഗീസ് പെപ്പെ തകർത്തിട്ടുണ്ട്. ക്യാമിയോ ഒരു രക്ഷയില്ല. പൊളി സാധനം. പക്ക മാർക്കോ അല്ല, കാട്ടാലൻ അതുക്കും മേലെ സീൻ സാധനം. നിങ്ങൾ ജസ്റ്റ് ടൈറ്റിൽ കാർഡ് ഒന്ന് കണ്ടിട്ടോ. സോ ഗൈസ്, ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കാട്ടാളം കാണാൻ പോയത്. കാരണം മാർക്കോ വെച്ചൊരു ലിമിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ആ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പടത്തിന് പോയത്. പക്ഷേ ആ പ്രതീക്ഷ മൊത്തത്തിൽ അങ്ങോട്ട് ഉടഞ്ഞു പോയി. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ആവറേജ് പടം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് പടം തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ് പടം ശരിക്കും തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കറക്റ്റ് ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആർക്ക് പരിപാടിയൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫ് തൊട്ടാണ്. ഫസ്റ്റ് ഹാഫ് ഒന്നുമില്ല, ഒരു തേങ്ങില്ല. തുടക്കം തൊട്ട് വെറും അടി അടി അടി. എന്തിനാ അടി? ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യണ്ടേ? സ്റ്റോറി ബിൽഡ് ചെയ്യുന്നില്ല. അതിന് മുമ്പ് അടി തുടങ്ങാണ്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ വന്നിട്ട് ഒരു രക്ഷകൻ പരിപാടി ആണെങ്കിൽ പോലും ആ ഒരു സംഭവം വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു തേങ്ങയില്ല. വെറുതെ എന്തിനാ ഫസ്റ്റ് ഹാഫ്? ശരിക്കും ഫസ്റ്റ് ഹാഫ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും സെക്കൻഡ് ഹാഫ് വെറുതെ കാണിച്ചാൽ പോലും പടം കാണാൻ പറ്റും. അതുപോലെയാണ് പടം എടുത്ത് വെച്ചാൽ. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത്, പെപ്പ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിലുള്ള ഫൈറ്റ് സീൻസും കാര്യങ്ങളൊന്നും അത്ര എനിക്ക് വർക്കായ പോലെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലാണ് സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് നമ്മളിലേക്ക് വരുത്തിയത്. ഫസ്റ്റ് ഹാഫിലുള്ള പകുതി മുക്കാൽ സീനും BGM പോയി. ഡയലോഗില്ല, ഒന്നുമില്ല. ഫുള്ള് BGM. എന്തിനാ ഇത്ര BGM എന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഒരു സീനിൽ 2 BGM ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത്. എന്ത് മാങ്ങിയൊക്കെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഒരു പുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്, ബെല്ലാച്ചോ എന്ന് പറഞ്ഞിട്ട് പാട്ട്. ആ പാട്ടിൻ്റെ BGM ശരിക്കും തിയേറ്ററിലിരുന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായി. മറ്റേ മോണിക്ക ആ ഒരു പാട്ടിൻ്റെ സെയിം ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത്, ലാസ്റ്റിലേക്ക് വരുമ്പോൾ 3 പേര്, ആ 3 പേരുടെ എൻട്രിയും അവരുടെ പരിപാടികളും കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. തമിഴിലുള്ള ദുഷര വിജയൻ, നമ്മുടെ ധനുഷിൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ദുഷര വിജയൻ, ആള് ഒരു സീൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആളുടെ ക്യാരക്ടർ ആർക്ക് പോലെ ആയിരുന്നു ബാക്കിയുള്ളവരെയും ബിൽഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ആളുടെ സംഭവം സെറ്റായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആള് പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുടെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ആ ഒരു സീൻ സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത്, നമ്മുടെ ഹിപ്സ്റ്ററിൻ്റെ റോള് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും ആള് കുറച്ച് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൾക്ക് അത്രയൊരു സംഭവം കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ അത്രയും മാത്രം കാണിക്കാൻ മാത്രം പടത്തിൽ ഉണ്ടായില്ല. ഇനി ഉണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അറിയില്ല. പക്ഷെ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആളുടെ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ നമ്മുടെ കോൾമിവനം, പുള്ളിയുടെ സംഭവം സീനായിട്ടുണ്ട്. പുള്ളിയുടെ എൻട്രിയിൽ വരുന്ന സാധനമൊക്കെ കിടലായിട്ട്, പുള്ളീനെ മാത്രമല്ല പുള്ളിയുടെ വണ്ടീനും കൊണ്ട് വന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളിന് ഇതുപോലെയുള്ള റോൾസിലേക്ക് ഇനിയും പല സിനിമകളിലേക്കും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഭവം അടിപൊളിയാണ്. പിന്നെ ക്യാമിയോസ് ഉണ്ട്. 2 ക്യാമിയോ ആണ് വരുന്നത്. 2 ക്യാമിയോവും ഡയറക്ടേഴ്സ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സീൻ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്യാമിയോ നമുക്ക് ചെറിയൊരു ഇത് വരുന്നെങ്കിലും വലിയ ഇതായില്ല. സെക്കൻഡ് ക്യാമിയോ കുറച്ച് വലിയ ക്യാമിയോ ആണ്. പക്ഷേ അതെന്തിനാ കാണിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. അവർ പറയാൻ ഉദ്ദേശിച്ച, ആദ്യം നടന്നിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് പറയാൻ ഉദ്ദേശിച്ച സാധനമാണെന്ന് തോന്നുന്നു. പക്ഷെ ആ ലാസ്റ്റ് വന്നപ്പോൾ അതിനൊരു കൺക്ലൂഷൻ തരുന്ന രീതിയിലൊന്നും കാണിച്ചില്ല. അതാണ് മോശമായി പോയ പരിപാടി. അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ കറക്റ്റായിട്ട് തന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിരുന്നു. പിന്നെ ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റിൽ വേറൊരു ബിഗ് അനൗൺസ്മെൻ്റ് ഉണ്ട്. സോ അതിനിപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ കണ്ടാൽ മാത്രമാണ് ഈ പടം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. OTT വന്നിട്ട് കണ്ടാൽ അതിനൊരു തേങ്ങയും തോന്നില്ല. പിന്നെ പടത്തിൻ്റെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറോ പടമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും.
ആദ്യത്തെ 1 മണിക്കൂർ കട്ട് ചെയ്ത് 1 മണിക്കൂർ പടം മാത്രം ആക്കി ഹോളിവുഡിലെ പോലെ ആക്കിയിരുന്നെങ്കിൽ കൂടിയും പടം ഇതിലും ഭേദമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഡയറക്ടർ ഫസ്റ്റ് ഹാഫിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ടോട്ടലി ഒന്നും മനസ്സിലായില്ല. കാരണം പെപ്പെ യൂഷ്വലി ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസ് ആണ്. ഇപ്പോൾ അജഗജാന്തരം, പിന്നെ ആർ ഡി എക്സിൽ കുറച്ച് കുറവാണ്. അജഗജാന്തരത്തിലൊക്കെ ഫുൾ ഫൈറ്റ് ആണല്ലോ. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ പെപ്പേനെ കൊണ്ടുവന്നിട്ട് ഇത്രയും പൊട്ടൻഷ്യലുള്ള പെപ്പേനെ വെച്ചിട്ട് എന്തിന് ഇങ്ങനെ ഒരു ഇതാക്കി എടുത്തു എന്ന്. ഫുള്ള് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിന് എന്തെങ്കിലും അർത്ഥം വേണ്ട. അജഗജാന്തരത്തിലൊക്കെ ആ ഒരു ഫൈറ്റ് എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടല്ലോ, ഇതിൽ അതും ഇല്ല. അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കഥ ബിൽഡ് ചെയ്തിട്ടാണ് പിന്നെയാണ് ഫൈറ്റ്. ഇതിൽ കഥ ബിൽഡ് ചെയ്യണേ ഇല്ല, കഥയെ വരുന്നില്ല. എന്തിനോ വേണ്ടി തല്ലുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് തല്ല് നടക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും ചെറിയൊരു കഥയെങ്കിലും വന്നിട്ട് ഫൈറ്റ് നടക്കുന്നത്. സോ ഡയറക്ടർ ബ്രോ കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്തിട്ട് സ്റ്റോറി മേക്ക് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാതെ ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസർ, ഇത്രയും കാശ് മുടക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നതിന് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും. സോ ഇതാണ് എൻ്റെ റിവ്യൂ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്